ദമ്പതികൾ പരസ്പരം ആത്മാർത്ഥതയോടുകൂടിയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതേപോലെ ഉത്തരം നൽകുന്നതുമെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം കൂടുതൽ മികച്ചതാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നവദമ്പതികളാണെങ്കിൽ, അതല്ല എങ്കിൽ ഇപ്പൊ വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിൽ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ചോദിക്കാൻ പാടുള്ളതല്ല. അവിടെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നവദമ്പതികളെ സംബന്ധിച്ച് ലൈംഗികത എന്ന് പറയുന്നത് പുതിയൊരു അനുഭവമായിരിക്കും. അപ്പൊ സ്വയം മനസ്സിലാക്കുന്നതിനും നമ്മുടെ പങ്കാളിയെ മനസ്സിലാക്കുന്നതിനും നമ്മൾ കുറച്ചധികം സമയം ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടതായ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, ഇപ്പോൾ ലൈംഗിക ബന്ധത്തിന് താല്പര്യമുണ്ടോ, അതല്ലെങ്കിൽ മാനസികവും ശാരീരികവുമായിട്ട് ഓക്കെ ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും ആദ്യം ചോദിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും കാര്യത്തിൽ ഇഷ്ടക്കേടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേടിയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തുറന്നു പറയുക. വേദന അനുഭവപ്പെടുന്നുണ്ടോ, കൂടുതലായിട്ട് ലൂബ്രിക്കന്റ് ഉപയോഗിക്കേണ്ടതുണ്ടോ, അങ്ങനെയുള്ള ചോദ്യങ്ങളും നിർബന്ധമായിട്ട് ചോദിക്കേണ്ടതാണ്. ബാക്കി ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതായത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം ഏതാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. കാരണം കുടുംബജീവിതത്തിലേക്ക് കടന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലൈംഗികതയെക്കുറിച്ച് പുതിയ അനുഭവമാണ്. കൂടുതൽ മനസ്സിലാക്കാൻ നിർബന്ധമായിട്ടും സമയം ആവശ്യമായി വരുന്നതാണ്. അത് മാത്രമല്ല, ഇപ്പൊ സ്ത്രീ ആയാലും പുരുഷനായാലും കുടുംബജീവിതത്തിലോട്ട് കടക്കുമ്പോൾ ലൈംഗികപരമായിട്ടുള്ള വിജ്ഞാനം എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഒരുപോലെ ആകണമെന്നില്ല. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറുന്നതാണ് ഏറ്റവും നല്ലത്.